കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോളേജുകളിലൊക്കെ ഓരോ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമൊക്കെ ആയിട്ട് യാത്രകളിലായിരുന്നു. ഞാൻ ഒരുപാട് യുവജനങ്ങളുമായിട്ട് ഇടപെട്ടപ്പോൾ അവിടെയൊക്കെ കണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഇന്നത്തെ യൂത്തിൻ്റെ ന്യൂ ഏജ് ചലഞ്ചസ് അല്ലെങ്കിൽ ഇന്നത്തെ യൂത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളികളാണ്. ഇതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ യുവജനങ്ങൾ ശരിയല്ല, അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, അവർ ഒരിടത്തും വരുത്തില്ല, അവരൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ആക്ഷേപിക്കുകയല്ല വേണ്ടത്. നമ്മൾ അവരെ പറ്റിച്ചിട്ട് അവരിൽ നിന്ന് എന്താണ് നല്ലത് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്? അവർക്ക് എക്സലൻ്റ് ആയിട്ടുള്ളത് കൊടുക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ആ കാര്യത്തിലേക്ക് വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇന്ന് യുവജനങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ചെറിയ പ്രായത്തിലെ കുട്ടികളെ അധികം ശ്രദ്ധിക്കാത്തതുകൊണ്ട്, സമഗ്രമായി വളർത്താത്തതുകൊണ്ടും, സ്കൂളുകളിലൊക്കെ കൂടുതലും അക്കാഡമിക്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടും, പേരൻസ് പ്രത്യേകിച്ച് പഠന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുകയും മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും ക്വാളിറ്റി ടൈം കുട്ടികൾക്ക് കൊടുക്കാതെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇന്ന് യുവജനങ്ങളുടെ ഇടയിൽ മാനസിക വൈകാരിക ആരോഗ്യത്തിൽ വലിയ വിള്ളലുകളും പ്രശ്നങ്ങളും ഉണ്ട്. അവർക്ക് ഒരുപാട് പേഴ്സണാലിറ്റി ഇഷ്യൂസുണ്ട്. അപ്പോൾ ഇത് യുവജനങ്ങൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഒരുപക്ഷെ പലപ്പോഴും എന്നോട് ഈ യുവജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പല ചർച്ചകളിൽ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇന്ന് യുവജനങ്ങളുടെ ഇടയിൽ കൂടുതലായിട്ട് കാണുന്നൊരു പ്രശ്നം. ഞാനിന്ന് ഏറ്റവും കൂടുതൽ കാണുന്നൊരു പ്രശ്നം യുവജനങ്ങളെ സംബന്ധിച്ച് അവരുടെ മെൻ്റൽ ഇമോഷണൽ പേഴ്സണാലിറ്റി അതുപോലെ തന്നെ ക്യാരക്ടർ, ഈ ഏരിയയിൽ അവർക്ക് വലിയ വിള്ളലുകളുണ്ട്. പലതരത്തിൽ അവരെ അത് ബാധിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു അഡൽറ്റിനെ റിപ്പയർ ചെയ്യാൻ പ്രയാസമാണ്, പക്ഷെ ഒരു കുട്ടിയെ നമുക്ക് ഓർഗനൈസ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു പ്രാധാന്യം എവിടെയാണെന്ന് ചോദിച്ചാൽ അവരെ സമഗ്രമായി വളർത്തിക്കൊണ്ടുവരിക, ഒരു ആരോഗ്യപരമായ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക. അവരുടെ ശാരീരിക ആരോഗ്യം, മാനസികാരോഗ്യം, വൈകാരികാരോഗ്യം, ക്യാരക്ടർ, പേഴ്സണാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ വളർന്നു വരുന്ന ഒരാളെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് പല നല്ല ഫങ്ഷനിങ് ഫാമിലീസിൽ നിന്ന് വരുന്ന കുട്ടികൾ ദേ ആർ ബെറ്റർ കമ്പയർഡ് ടു അതർ ചിൽഡ്രൻ. അപ്പോൾ ഇത് പല വീടുകളിലും ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള വഴക്കുകൾ, ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ്, കൾച്ചറൽ പ്രോബ്ലംസ്, ഇതൊക്കെ കുട്ടികളെ ബാധിക്കുന്നുണ്ട്. പലതരത്തിലുള്ള മെൻ്റൽ ഇഷ്യൂസൊക്കെ പേരൻസിൽ തന്നെ ഉണ്ട്. ഇതെല്ലാം കുട്ടികളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് നോക്കുമ്പോൾ ഇന്ന് അവരിലൊരു വലിയ അരക്ഷിതാവസ്ഥ ഒരു മെൻ്റൽ ഹെൽത്ത് ഏരിയയിലുണ്ട്. ഇത് പിന്നീട് അവർക്ക് ജോലി കിട്ടുന്നതിൽ തടസ്സമാകുന്നുണ്ട്. അവരുടെ കുടുംബജീവിതം ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഓരോ ടോക്സിക് ആയിട്ടുള്ള കുടുംബജീവിതങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാര്യം ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു കുറവാണ്. അപ്പോൾ അവിടെ നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം. യൂത്ത് ഓർഗനൈസേഷൻസൊക്കെ ഇവരെ കൊണ്ട് കുറേ റാലി നടത്തി, ഇവരെ കൊണ്ട് തോരണം കെട്ടിച്ചും ഇവരെ ഉപയോഗിച്ചുമല്ല ജീവിക്കേണ്ടത്. അവർക്ക് ആ കാലഘട്ടത്തിൽ കൊടുക്കേണ്ട ടൈംലി ഗൈഡൻസും ടൈംലി കൗൺസിലിങ്ങും ടൈംലി ട്രെയിനിങ്ങും ഒക്കെ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. എല്ലായിടത്തും കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് A+ കിട്ടിയവർക്ക് സമ്മാനം കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉടായ്പ പരിപാടികളൊക്കെ വിളിച്ച് കുട്ടികളെ ഇങ്ങനെ വിളിച്ചിരുത്തി അവരെ ശരിക്കും യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതല്ല ചെയ്യേണ്ടത്. അവർക്ക് ശക്തമായ നല്ല ഗൈഡൻസ് ആവശ്യമാണ്. അവരെ മാത്രമല്ല, അവരുടെ പേരൻസിന് നല്ല ഗൈഡൻസ് കൊടുത്തെങ്കിലേ അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. പേരൻസിനിടയിലെ ട്രീറ്റ് ചെയ്യാത്ത പ്രോബ്ലംസ് എല്ലാം കുട്ടികളിൽ വരുന്നുണ്ട്. പേരൻസിൻ്റെ പ്രോബ്ലംസ് പേരൻസ് പരിഹരിച്ചു കഴിഞ്ഞാൽ തന്നെ കുട്ടികളുടെ പ്രോബ്ലംസ് അധികം ഉണ്ടാവില്ല. ഇത് പേരൻസ് തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. പലപ്പോഴും പേരൻസിന് അവരോടൊപ്പം ചെലവഴിക്കാൻ സമയമില്ല. അവരുമായിട്ട് സമാധാനമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യാനൊന്നും യാതൊരു സാഹചര്യങ്ങളുമില്ല. അവരെ മനസ്സിലാക്കുന്നില്ല. അവരുടെ ഇമോഷണൽ നീഡ്സ്, മെൻ്റൽ നീഡ്സ്, അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ്, പിയർ ഗ്രൂപ്പ്, ഇങ്ങനെയുള്ള ഏരിയയിലുള്ള പ്രശ്നങ്ങൾ, ഇതൊന്നും മനസ്സിലാക്കാനോ ഇടപെടാനോ കൃത്യസമയത്ത് ടൈംലി ആയിട്ട് ഇടപെടാനോ പലപ്പോഴും കഴിയുന്നില്ല. ഇതെല്ലാം അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം യൂത്തിനിടയിൽ കാണുന്നത് ഈ ഡിജിറ്റൽ ഏജുമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ ഒരു വേൾഡിലുള്ള അവരുടെ ഇഷ്യൂസാണ്. കാരണം ഇന്ന് ഈ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ വെർച്വൽ പ്ലാറ്റ്ഫോമുകളൊക്കെ കൂടുകയും അതിനനുസരിച്ച് ആ ജീവിതത്തെ അവർക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നുകിൽ അതിൻ്റെ അടിമകളായിട്ട് അവർ പോകുന്നു, ഇല്ലെങ്കിൽ അതിനകത്ത് പല കാര്യങ്ങളിൽ അവർ ക്യാരിഡ് അവേ ആകുന്നു, അഡിക്റ്റഡ് ആവുന്നു. ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. കാരണം ഇത് നമ്മൾ പലപ്പോഴും സമയത്ത് ഇടപെട്ടില്ലെങ്കിൽ, കാരണം അവരുടെ ക്വാളിറ്റി ടൈം, അവരുടെ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ട, നോളജ് ഡെവലപ്പ് ചെയ്യേണ്ട, അവരുടെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യേണ്ട, അവർ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ട സമയമൊക്കെ ഒരുപാട് ഡിജിറ്റൽ
സ്ഥലത്ത് അവർ കളഞ്ഞു കുളിക്കുകയാണ്. ഇത് വലിയൊരു കുഴപ്പമാണ്. അവർക്ക് പലപ്പോഴും അതിൽ ഒരു എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരാളായിട്ട് മാറാൻ ഇത് പലപ്പോഴും തടസ്സമാണ്. നമ്മുടെ കുട്ടികൾ വളരെ ചെറിയ പ്രായത്തിലെ ഇത്തരം കാര്യങ്ങളിലെല്ലാം അമിതമായിട്ട് അങ്ങ് ഇൻവോൾവ് ആയിട്ട് പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് പല കുട്ടികളും. അപ്പോൾ ഇത് വലിയൊരു അപകടകരമായ കാര്യമാണ്. ഇതും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? പലപ്പോഴും പേരൻസിൻ്റെ ഇടപെടലുകൾ കൃത്യമായിട്ടും പോസിറ്റീവായിട്ടും ഉണ്ടാകുന്നില്ല. സ്കൂൾ കരിക്കുലത്തിലൊക്കെ അവരെ കുറച്ചുകൂടി എൻഗേജ് ചെയ്യുകയും ഹാപ്പി ആക്കുകയും ചെയ്യാനുള്ള പരിപാടികളില്ല, കളികളില്ല, കലാപരമായ പ്രവർത്തനങ്ങളില്ല. അവർക്ക് സന്തോഷം കൊടുക്കുന്നതും അവർക്ക് ഇഷ്ടമായതുമായ പ്രവർത്തനങ്ങളൊക്കെ കുട്ടികളുടെ ഇടയിൽ കൂട്ടിക്കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ കൂടുതലായിട്ട് ഈ ഡിജിറ്റൽ ട്രാപ്പിൽ കുട്ടികൾ പോയി വീഴുകയാണ്. മാത്രമല്ല ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഒരുപാട് തെറ്റായ ഇൻഫർമേഷൻസ് പല മാർക്കറ്റിംഗ് ഏജൻസികളും അതുപോലെയുള്ള പിന്നെ കച്ചവട താല്പര്യമുള്ളവരും ഒക്കെ ഇവരെ കൃത്യമായി ഇതിലൂടെ യൂസ് ചെയ്ത് വഴിതെറ്റിച്ച് പല പ്രശ്നങ്ങളിലും കൊണ്ട് എത്തിക്കുന്നു. ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു ഡിജിറ്റൽ ഹൈജീൻ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ എറ്റിക്വേറ്റ് ഒക്കെ കുട്ടികളെ പഠിപ്പിച്ച് ഓർഗനൈസ് ചെയ്തെടുക്കേണ്ട വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്. വേറൊരു ഏരിയ അവരെ സംബന്ധിച്ച് അക്കാഡമിക്സ് ആൻഡ് കരിയർ ഏരിയയിലുള്ള ബുദ്ധിമുട്ടുകളാണ്. പ്രത്യേകിച്ച് അവർക്ക് പഠനത്തിലൊക്കെ പല പ്രശ്നങ്ങളുമുണ്ട്. പിന്നെ ഓരോ കുട്ടിക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട്. അതിനനുസരിച്ച് അവരുടെ പഠനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയൊക്കെ പേരൻസ് ആയാലും സ്കൂളുകളായാലും അവരെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുകയും അവരുടെ ആ പഠിക്കാനുള്ള സുഖം തന്നെ നഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠനത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ്. തെറ്റായ കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുക, തെറ്റായ ഗ്രൂപ്പുകൾ തിരഞ്ഞെടുക്കുക, എന്നിട്ട് അതിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്യുക, അമിതമായ ട്യൂഷൻ, അത് കാരണം അവർക്ക് ആരോഗ്യപരമായ ജീവിതത്തിൽ നയിക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ. വേറൊന്ന് അവരുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കുട്ടികളെ എത്ര പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. അവർക്ക് ആവശ്യമുള്ള ഇൻറ്റേൺഷിപ്പുകൾ, അതുപോലെ തന്നെ ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പലപ്പോഴും ഫലപ്രദമായിട്ട് നമ്മുടെ സമൂഹത്തിലില്ല. ഇനി ഇതൊന്നും നേടിയെടുക്കാനുള്ള സ്കില്ലില്ലാത്തതുകൊണ്ട് അവിടെ വരുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഒരു ഡിഗ്രിയോ എഞ്ചിനീയറിങ്ങോ ഒക്കെ കഴിഞ്ഞിട്ടാണ് കുട്ടികൾ ഈ സ്കില്ലിൻ്റെ ഷോർട്ടേജ് തിരിച്ചറിയുന്നത് തന്നെ. അവർക്ക് ശരിയായിട്ടുള്ള സ്കില്ലില്ല, ഒരു ഡിഗ്നിറ്റി ഓഫ് ലേബർ ഇല്ല, പലതിലും അവർക്ക് പോകാൻ കുറച്ചിലാണ്, അല്ലെങ്കിൽ ഒരു ഫോൾസ് പ്രസ്റ്റീജ്, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത, ധൈര്യമായിട്ട് ഇറങ്ങിത്തിരിക്കാൻ കഴിയാത്ത വരിക. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അമിതമായ കടമൊക്കെ എടുത്ത് വിദേശത്ത് പോകും. അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ധാരാളം മാർക്കറ്റിംഗ് ഏജൻസികളൊക്കെ കൃത്യമായിട്ട് ആ സമയത്ത് ഇറങ്ങി വന്ന് ഇത്തരം കുട്ടികളെ ട്രാപ്പിലാക്കുന്നു. അപ്പോൾ ഈ കരിയർ ഏരിയയിലും അക്കാഡമിക്സ് ഏരിയയിലും അവർക്ക് ശരിയായ ഗൈഡൻസ്, അവർക്കും പേരൻസിന് ശരിയായ ഗൈഡൻസ് ആവശ്യമാണ്. ഇവിടെയും നല്ല മിടുക്കരായി അവർക്ക് ജോലിയിലൊക്കെ കയറാനും നല്ല രീതിയിൽ കരിയർ ഡെവലപ്പ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓരോ കുട്ടികൾക്കും അവരവരുടെ കഴിവുള്ള ഏരിയയിലോട്ട് പോയാൽ അവർക്ക് കൂടുതൽ സാധ്യതകൾ വർദ്ധിക്കും, അവർ കുറേ കൂടെ ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഈ ഏരിയയിലൊക്കെ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വേറൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ സോഷ്യൽ ഡെഫിഷ്യൻസീസാണ്. പലപ്പോഴും നല്ല സൗഹൃദങ്ങളില്ല, സമൂഹവുമായിട്ട് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, പരിസ്ഥിതിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ചുറ്റുപാടുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ത്യ കൊള്ളത്തില്ല, കേരളം കൊള്ളത്തില്ല, ആരും കൊള്ളത്തില്ല, പേരൻസ് കൊള്ളത്തില്ല. അപ്പോൾ ഒരു സൊസൈറ്റൽ ഡെഫിഷ്യൻസി അവരെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇത് ചെറിയ പ്രായത്തിലേ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ ഇത് അവർക്ക് നല്ല ആരോഗ്യപരമായി സമൂഹമായിട്ട് ചേർന്ന് ജീവിക്കാൻ പറ്റുള്ളൂ. അവർക്കുള്ളവരുമായിട്ടൊക്കെ സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ ജീവിക്കാൻ, അതിനെയാണ് ഒരു ഹാർമണി എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഇന്ന് പല കുഞ്ഞുങ്ങളും വളർന്നു വരുന്നത്. അവരെ ഒരു എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് വളർത്തിക്കൊണ്ടുവരികയാണ്. കോഡിങ് പഠിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ് നമ്മളൊക്കെ ചിന്തിച്ച് വെച്ചേക്കുന്നത്. എൻട്രൻസ് തോറ്റു കഴിഞ്ഞാൽ ലോകം പോയി എന്നുള്ളതാണ് ചിന്തിച്ച് വെച്ചേക്കുന്നത്. അല്ല, നമ്മുടെ സമൂഹവുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച് ഒരു സിംഫണിയോടുകൂടി അല്ലെങ്കിൽ ഒരു താളത്തോടുകൂടി ജീവിച്ചു വരാൻ അവർക്ക് കഴിയണം. ഇവിടുത്തെ ചെറിയ ചെറിയ സാഹചര്യങ്ങളെ ഉള്ള പോലെ ആ ചെറിയ സാഹചര്യങ്ങളെ എങ്ങനെ വലുതാക്കാം. ഓരോ കുട്ടിയും പിന്നെ ഒരു സൊസൈറ്റിയിൽ ആണ് ഈ കുട്ടികളൊക്കെ ലീഡർഷിപ്പ് കൊണ്ടുവരേണ്ടത്. ആ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഈ സമൂഹത്തിൻ്റെയും കൂടെ വളർച്ചയാണ്, ഈ സമൂഹത്തിൻ്റെയും കൂടെ രൂപാന്തരമാണ്. ഈ സമൂഹത്തെ മുമ്പോട്ട് നയിക്കേണ്ടത് ഈ ചെറുപ്പക്കാർ തന്നെയാണ്. ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ, ഇവിടുത്തെ സാമൂഹ്യ രംഗത്തും, ഇവിടുത്തെ സാംസ്കാരിക രംഗത്തും, ഇവിടുത്തെ മതരംഗത്തും എല്ലാം വരേണ്ടത് ഈ ചെറുപ്പക്കാർ തന്നെയാണ്. അവർക്ക് സോഷ്യൽ ഇൻ്റലിജൻസും സോഷ്യൽ ക്വാളിറ്റീസും ഇല്ലാതെ എങ്ങനെയാണ് അവർ ഈ നാടിൻ്റെ ഭാവിയായി മാറുന്നത്? ഇപ്പോൾ ഏതൊക്കെയോ രാജ്യത്തിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കിയെടുക്കുന്ന ഒരവസ്ഥയാണ്. അവിടെയും ഒരു ലീഡർഷിപ്പ് ഉള്ളതുകൊണ്ടല്ലല്ലോ ഓടിപ്പോകുന്നത്. പലപ്പോഴും ഒരു ഫ്രസ്ട്രേഷനിലാണ് പലരും ഓടിപ്പോകുന്നത്. എന്നിട്ട് നമ്മൾ പറയുന്നത് അവർ ഭയങ്കര കോമ്പീറ്റൻ്റ് ആയതുകൊണ്ടാണ് അവിടെ പോകുന്നത്. അവിടെ പോകുന്ന 80% അവിടുത്തെ ഈ ഏറ്റവും താഴേക്കിടയിലുള്ള ജോലികളിൽ അവസാനിക്കുകയാണ്. ഇതാണ് പ്രശ്നം. അപ്പോൾ നമ്മളിവിടെ തന്നെ കുട്ടികളെ സോഷ്യലി ഇൻ്റലിജൻ്റാക്കി വളർത്തേണ്ട ഒരു വലിയ ആവശ്യമുണ്ട്. അവർക്ക് വേണ്ട സാമൂഹികപരമായ ചുറ്റുപാടുകൾ കൊടുത്തവരെ എൻകറേജ് ചെയ്യുന്നില്ല. പണ്ടൊക്കെ കുട്ടികൾക്കൊരു ജോലിയൊക്കെ കിട്ടിപ്പോയാൽ ആദ്യത്തെ ജോലിയിലൊക്കെ ചെറിയൊരു ശമ്പളമൊക്കെ കിട്ടുള്ളൂ. പക്ഷെ ആ ശമ്പളത്തിനൊക്കെ ജീവിക്കാൻ തക്കണം യൂത്ത് ഹോസ്റ്റലുകൾ, ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്.
ഹോസ്റ്റലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഹോട്ടലാണ് നടത്തുന്നത്. ആ സംഘടനകൾക്കൊന്നും ഇന്ന് യാതൊരു റിലവൻസും ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ യൂത്ത് ഹോസ്റ്റലുകളായി, യൂത്തിന് വേണ്ട അമ്യൂണിറ്റീസായി, അവർക്ക് കളിക്കാനുള്ള ഇടങ്ങളായി, അവർക്ക് പിന്നെ റിക്രിയേഷനുള്ള ഇടങ്ങളായി, സേഫായിട്ട് അവരുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കാൻ വേണ്ട നല്ല പോലീസിങ്ങും നിയമവ്യവസ്ഥതയും ഒക്കെ ഇവിടെ ഉണ്ടാവണം. നല്ല ഗവൺനൻസ് ഉണ്ടാവണം. ഇതൊന്നുമില്ല. കുട്ടികൾ കോപ്പ് കൊടുക്കുന്ന, ചെറുപ്പക്കാർ കോപ്പ് കൊടുക്കുന്ന ഒരു കാര്യമില്ല. കുറേ ഗുണ്ടകളെയും കുറേ തെമ്മാടിത്തരങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് നാട്ടിൽ കുഞ്ഞുങ്ങളെ ഇവിടെ ആത്മാഭിമാനവും പിന്നെ ഡിഗ്നിറ്റിയും ഉള്ളവരെല്ലാം ഇവിടുന്ന് ഓടിക്കുകയാണ്. ആരാണ് പിന്നെ ഇവിടെ അവശേഷിക്കുന്നത്? കുറേ ഇവിടെ ഈ പുറം വാതിലിലൂടെ ജോലി കിട്ടുന്നവനും, കുറേ ഗുണ്ടകൾ, ഇവിടുത്തെ കുറേ നാലാംകിട രാഷ്ട്രീയം കളിക്കുന്നവനും, ഉടായിപ്പുകാരനും, പിന്നെ കരിഞ്ചന്തക്കാരനും, പിന്നെ ലഹരിയുടെ കച്ചവടക്കാരനും, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം ഒരു ചെറിയ വിഭാഗത്തിന് വേണ്ടി ഒരു സമൂഹത്തെ ഒരുക്കി വെച്ചിരിക്കുക. ഇതിൻ്റെ എല്ലാം മിച്ചം രാഷ്ട്രീയക്കാരന് കിട്ടുന്നതുകൊണ്ട് അവനും ഇതിനകത്തൊന്നും ഇടപെടാതിരിക്കുന്നത് വലിയ അപകടകരമായ അവസ്ഥയാണ്. നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി ഈ സമൂഹത്തെ ഒരുക്കി കൊടുക്കണം. അവരെ സൊസൈറ്റിയിലേക്ക് കൂടുതൽ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരണം. അവരെ കൊണ്ട് ഈ സമൂഹത്തെ ബിൽഡ് ചെയ്യിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിന് നല്ലൊരു മാറ്റം ഉണ്ടാകുന്നത്. എങ്കിലേ പ്രായമായ മനുഷ്യർക്ക് ഇവിടെ സമാധാനത്തോടു കൂടി വയസ്സാങ്കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ കുറച്ച് ബംഗാളിയെ ഏൽപ്പിച്ചിട്ട് ഈ ചെറുപ്പക്കാരെല്ലാം ഇവിടുന്ന് പോയാൽ നാളെ എല്ലാവരും നമ്മളെ പ്രായമാകുമ്പോൾ നമ്മളെല്ലാം തല്ലിക്കൊന്നിട്ട് അവരും പോവും. ഇതാണ് അവസ്ഥ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സമൂഹത്തിനെ സൃഷ്ടിച്ചെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇവിടുത്തെ കുഞ്ഞുങ്ങളുടേതാണ് ഈ നാട്. അവർക്ക് വളർന്നു വരാനും അവർക്ക് ജീവിക്കാനും പറ്റുന്നൊരു സാഹചര്യം ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി സാമൂഹിക സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അവരെ അതിനുവേണ്ടി ഒരുക്കിയെടുക്കാൻ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഈ യുവജനങ്ങൾക്ക് വേണ്ട നല്ല ഡെവലപ്മെൻ്റലായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് കൂട്ടേണ്ടതായിട്ടുണ്ട്. കോളേജുകളുടെയൊക്കെ കാര്യം പരിതാപകരമാണ്. ഇന്നും ഈ പുസ്തകത്തിൽ നിന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പഠിച്ചു വന്ന് പഠിപ്പിക്കുന്ന അവസ്ഥയാണ്. ഒരു 10-40 കുട്ടികളെ ഒരു ക്ലാസ്സിലേക്ക് കിട്ടിയാൽ കോളേജിൽ ഒരു 3-4 കൊല്ലം പഠിച്ചു കഴിയുമ്പോൾ എത്ര കുട്ടികൾക്ക് ട്രാൻസ്ഫർമേഷൻ കിട്ടുന്നു? ഏതോ ഒരു കുട്ടി സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് കുറേ ഇൻ്റലിജൻസുമായിട്ട് വന്ന് മോട്ടിവേഷനുമായിട്ട് വന്ന് റാങ്ക് വാങ്ങിച്ചാൽ അതെടുത്ത് വലിയ പടമാക്കി ഇടുന്നതാണ് കോളേജുകാരുടെ ഒരു പരിപാടി. ഇതല്ല. ഒരു കുട്ടി റാങ്ക് വാങ്ങിക്കുന്നതൊന്നും ഒരു കോളേജിൻ്റെ മിടുക്കൊണ്ടൊന്നും അല്ല. കോളേജിൻ്റെ മിടുക്ക് കാണേണ്ടത് അവിടെ വന്ന കുട്ടികളിൽ എന്ത് ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കി, എത്ര പേരെ എക്സൽ ചെയ്യിക്കാൻ കഴിഞ്ഞു, എത്ര പേരെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ കഴിഞ്ഞു, എത്ര പേരെ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ വിദ്യാർത്ഥികളാണ് ഈ സമൂഹത്തിൻ്റെ ലീഡേഴ്സായി മാറേണ്ടത്. എത്ര പേർ ഈ സമൂഹത്തിലെ നല്ല ലീഡേഴ്സായി വരുന്നുണ്ട്. അവരിൽ എത്ര പേരെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം, എത്ര പേരെ വിശ്വസിച്ച് നമുക്ക് നാളെ കിടന്നുറങ്ങാം. നമ്മുടെ ഡിഫൻസ് സർവീസിനും പോലീസ് സർവീസിനും ഗവൺമെൻറ് ഉദ്യോഗത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കുമൊക്കെ എത്ര പേർ ഇൻറ്റഗ്രിറ്റിയോടെ കടന്നു വരും. ഇതൊക്കെയാണ് ഒരു കോളേജ് ചിന്തിക്കേണ്ടത്. അതിനൊക്കെ പറ്റുന്ന രീതിയിൽ കോളേജിലൊക്കെ അധ്യാപകരിൽ മാറ്റങ്ങൾ. കോളേജ് അധ്യാപകരുടെയൊക്കെ അവസ്ഥ ദയനീയമാണ് പലയിടത്തും. കാരണം അവർക്ക് അവരുടെ തന്നെ കരിയറിൽ അരക്ഷിതാവസ്ഥയാണ്. അവർക്ക് അവരിൽ തന്നെ കോൺഫിഡൻസ് ഇല്ല. നമ്മൾ ഒരു കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാർ ഓരോരുത്തരും ലീഡേഴ്സായി മാറണം. അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടികൾക്കൊരു മോട്ടിവേഷൻ തോന്നണം. നമ്മുടെയൊക്കെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അവരെ ഒരു സെൻറ്റിമീറ്ററെങ്കിലും ഉയർത്തുന്നതായിരിക്കണം, ഒരു ഹോപ്പ് കൊടുക്കുന്നതായിരിക്കണം, ഒരു ഫെയ്ത്ത് കൊടുക്കുന്നതായിരിക്കണം. ഇതൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ യുവജനങ്ങളെ നമ്മൾ പറ്റിക്കുകയാണ്. ഈ പറ്റിയിലിങ്ങനെ തുടരാൻ പറ്റില്ല. നമുക്കൊരു റിവേഴ്സൽ ആവശ്യമാണ്. നമ്മൾ ചിന്തിക്കാം. നമ്മുടെ യുവജനങ്ങളെ കുറച്ചുകൂടെ കരുതിയാൽ വളരെ പൊട്ടൻഷ്യലുള്ള കുട്ടികളാണ്. വിദേശ രാജ്യത്തൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ ചെന്ന് കഴിഞ്ഞാൽ ആ രാജ്യത്ത് വലിയ കോൺട്രിബ്യൂഷൻസ് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഇന്ന് കോളേജുകളിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങുന്ന കുട്ടികളെ നമ്മൾ ബലഹീനരാക്കി പറ്റിച്ച് വിടുന്നത് കൊണ്ട് അവരിവിടെയും ശരിയാവുന്നില്ല. വിദേശ രാജ്യത്ത് നിന്ന് അവിടെയും അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ആ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ആൾക്കാർ അമിതമായി കടന്നു ചെന്ന് ആ രാജ്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഒരു ഭാരമായി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കുട്ടികളെയും നേഴ്സിങ്ങിനൊക്കെ വിടുന്നത് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പരാജയമാണ്. എല്ലാവരും നേഴ്സാവേണ്ടവരല്ലല്ലോ. നേഴ്സാവേണ്ടവരാവട്ടെ. വിദേശ രാജ്യത്തേക്ക് MBBS എന്നും പറഞ്ഞ് പോകുന്ന എത്ര കുട്ടികൾക്കൊരു ഭാവി കിട്ടുന്നുണ്ട്. ആ കുട്ടികളെയൊക്കെ ഫലപ്രദമായും, അവരൊക്കെ മിടുക്കരായ കുട്ടികളാണ്, ഫലപ്രദമായും ഏതെല്ലാം മേഖലകളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. പ്രോപ്പറായിട്ടുള്ളൊരു കരിയർ ഗൈഡൻസ് പോലും ഉണ്ടാവുന്നില്ലെന്നുള്ളതാണ് വാസ്തവം. ഒരുപാട് തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ വരുമ്പോഴും ആ തൊഴിലിന് ഫിറ്റായിട്ടുള്ള ആൾക്കാർ നമുക്കില്ല. അതെന്തുകൊണ്ടാണ്? ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ചില സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്, അവർക്ക് വേണ്ട ചില ലൈഫ് സ്കിൽസ് ഉണ്ട്, അവർക്ക് ഉണ്ടാവേണ്ട ചില നോളജ് ഉണ്ട്. ഇതൊന്നും ഉണ്ടാകുന്നില്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ അവരുടെ മെൻ്റൽ ഹെൽത്തിൽ ഇഷ്യൂസ് ഉണ്ട്, അവരുടെ ഡിജിറ്റൽ മാനിഫെസ്റ്റേഷനിൽ ഒരുപാട് ഡിഫക്റ്റുകളുണ്ട്, അവർക്ക് പ്രോപ്പറായി കരിയർ ഗൈഡൻസോ അക്കാഡമിക് ഗൈഡൻസോ ഒന്നും കിട്ടുന്നില്ല.
അപ്പോൾ സോഷ്യൽ ആസ്പെക്റ്റിൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ഒരു കുട്ടി, ഒരു ചെറുപ്പക്കാരൻ ഒരു ഡിഫോംഡ് ആയിട്ടും ഡെഫിഷ്യൻ്റ് ആയിട്ടുമാണ് ഫിനിഷ് ചെയ്യപ്പെടുന്നത്. ഇതാണ് നമ്മുടെ ഒരു ദുരന്തം. ഇത് മാറ്റിയെടുത്തില്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരെല്ലായിടത്തും തുച്ഛീകരിക്കപ്പെടും. അവരൊരു വാല്യൂ ഇല്ലാത്തവരായി പോകും. അവരെ വാല്യൂ ഉള്ളവരാക്കി മാറ്റുക, അതാണ് പ്രധാനം. എന്താണ് നമ്മൾ ഈ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡെമോഗ്രഫിക് ഡിവിഡൻഡ്, അത് യൂത്താണ്. ആ യൂത്തിനെ ക്വാളിറ്റി ഉള്ളവരാക്കി, വാല്യൂ ഉള്ളവരാക്കി, ഡിഗ്നിറ്റി ഉള്ളവരാക്കി മാറ്റിയാൽ അവർ എവിടെ ചെന്നാലും അവർ റെസ്പെക്റ്റ് ചെയ്യപ്പെടും. എവിടെ വേണേലും ആയിക്കോട്ടെ, പക്ഷെ അവർ റെസ്പെക്റ്റ് ചെയ്യപ്പെടും. അതാണ് നമുക്ക് സമൂഹത്തിൽ നിന്ന് ആവശ്യം. നല്ല ഇത്തരം ചിന്തകളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും യൂത്തിനിടയിലുള്ള ആ പ്രവർത്തനങ്ങളെയൊക്കെ കുറേ കൂടെ സജീവമാക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഒരുമിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാൻ മടിക്കേണ്ട. ഇൻസൈറ്റ് മിഷൻ്റെ ഈ ചർച്ചകളിലൊക്കെ സജീവമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും നന്ദി. ഹാപ്പി ലിവിങ്. താങ്ക് യു സോ മച്ച്.